ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും അല്ലാഹുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അല്ലാഹുവിന് വേണ്ടിയാണ് എല്ലാ അമലുകളും ചെയ്യുന്നത്. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നിസ്കരിക്കുന്നതും നോമ്പനുഷ്ഠിക്കുന്നതും ദിക്ർ ചൊല്ലുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം അല്ലാഹുവിന് വേണ്ടിയാണ്. അല്ലാഹുവിൻ്റെ പ്രീതി കൈവരിക്കാൻ വേണ്ടി, ആഖിറത്തിൽ സവാബ് നേടാൻ വേണ്ടി, സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണ് നാം എല്ലാവരും ജീവിക്കുന്നത്, അധ്വാനിക്കുന്നത്, അമല് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തീർച്ചയായും അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. മുത്തഖീങ്ങളായാൽ മാത്രമേ അല്ലാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. ആരാണ് മുത്തഖീങ്ങൾ? നമ്മൾ മുത്തഖീങ്ങളാണോ? നാം ഓരോരുത്തരും തീർച്ചയായും പരിശോധിക്കേണ്ട കാര്യമാണ്. മുത്തഖീങ്ങളല്ലാതിരുന്നാൽ നമ്മുടെ അമലുകളെല്ലാം വൃഥാവിലായി പോകും, വെറുതെയായി പോകും. തഖ്വ ഇല്ലാത്ത അമൽ അല്ലാഹുവിനു വേണ്ട. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. എന്താണ് തഖ്വ? ആരാണ് മുത്തഖി? തീർച്ചയായും നാം ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ നിസ്കാരാദി കാര്യങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹുവിൻ്റെ പക്കൽ കബൂലുള്ളതാണോ എന്ന് അറിയാൻ നാം തഖ്വയുള്ളവരാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് തഖ്വ? അല്ലാഹുവിനെ ഭയന്നു ജീവിക്കുക എന്ന് ഒറ്റവാക്കിൽ ചിലപ്പോൾ തഖ്വയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അല്ലാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുക, തൻ്റെ കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്, രഹസ്യത്തിലും പരസ്യത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും ഏത് ഘട്ടത്തിലും അല്ലാഹുവിന് മാത്രം ജീവിക്കുക, അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിക്കുക എന്നതാണ് തഖ്വ. അങ്ങനെ ജീവിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. നമ്മുടെ ആഗ്രഹത്തിന്, ഇംഗിതത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ജീവിതം അത് തഖ്വക്ക് എതിരാണ്. തഖ്വയുള്ളവരിൽ ഒരിക്കലും ഹവൻ നഫ്സിന് അഥവാ ശരീരത്തിൻ്റെ ആഗ്രഹത്തിന്, ഇച്ഛക്ക് മുൻതൂക്കം നൽകുക എന്നുള്ളത് ഉണ്ടാവുകയില്ല. തഖ്വയും ഹവൻ നഫ്സും രണ്ടും രണ്ട് റൂട്ടാണ്. തഖ്വയുടെ റൂട്ടിൽ സഞ്ചരിക്കുന്നവന് ഹവൻ നഫ്സിൻ്റെ റൂട്ടിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ഹവൻ നഫ്സിൻ്റെ റൂട്ടിലാണെങ്കിൽ ഒരിക്കലും അവന് തഖ്വ ഉണ്ടാവുകയും ഇല്ല. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ വഹുവ റഉസു ശർരി ഹബായിലാ. തഖ്വൽ ഇലാഹി, അല്ലാഹുവിനെ തഖ്വ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സഅദത്തിൻ്റെയും, ഐഹികവും പാരത്രികവുമായിട്ടുള്ള എല്ലാ വിജയത്തിൻ്റെയും മാനദണ്ഡം. അത് തഖ്വയാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക, അല്ലാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ച് ജീവിക്കുക എന്നതാണ്
എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. എന്നാൽ വതിബാഉ അഹ്വ, ശരീരത്തിൻ്റേതായ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം നൽകി തഖ്വയെ വെട്ടി ജീവിക്കുക എന്നുള്ളത് ഷർറിൻ്റെ ഹെഡാണ് എന്ന് മഹാനവറുകൾ അദ്കിയയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ എന്തിനാണ് മുൻതൂക്കം നൽകേണ്ടത്? ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക്, ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം നൽകി ശരീരത്തിൻ്റെ മോഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടി നാം ദുന്യവിയായ നമ്മുടെ ജീവിതം ചെലവഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാഴാക്കുകയാണെങ്കിൽ ജീവിതം തീരാ നഷ്ടത്തിലായിരിക്കും. കാരണം ശരീരം മോഹങ്ങളാൽ വലയം ചെയ്യപ്പെട്ടതാണ്. ഒരുപാട് മോഹങ്ങൾ നമുക്ക് മനസ്സിലേക്ക് ശൈത്താൻ കൊണ്ടുവരും. ആ മോഹങ്ങളെല്ലാം നിറവേറ്റാൻ പിന്നാലെ പോയാൽ അത് കൂടിക്കൂടി വരിക എന്നല്ലാതെ ഒരിക്കൽ പോലും ശരീരം തൃപ്തിപ്പെടുകയില്ല. മോഹങ്ങളെ കൊണ്ട് ഈ മോഹങ്ങൾ എനിക്ക് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടമായിട്ടുണ്ട്, ഇനി ഇത് വേണ്ട എന്ന് ശരീരം ഒരിക്കലും പറയില്ല. അതാണ് ശരീരത്തിൻ്റെ പ്രകൃതി. അതുകൊണ്ട് ശരീരത്തെ അദബ് പഠിപ്പിച്ചുകൊണ്ട്, മോഹങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ മാത്രമേ ശരീരത്തിന് തഖ്വ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ തഖ്വ ഉണ്ടായാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അങ്ങനെ തഖ്വ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. അതാണ് അല്ലാഹു ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. തഖ്വയില്ലാത്തവരിൽ നിന്ന് അള്ളാഹുവിന് അമല് വേണ്ട. കാരണം അവൻ്റെ ഹവൻ നഫ്സിന് മുൻതൂക്കം നൽകിയിട്ടാണ് അവൻ്റെ ഇബാദത്തുകൾ നിർവഹിക്കുന്നത്. ആളുകൾ എന്തെങ്കിലും പറയുമോ എന്ന് കരുതി, അല്ലെങ്കിൽ ആളുകൾ നല്ലത് പറയാൻ വേണ്ടി നമ്മൾ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി നമുക്കവിടെ ലക്ഷ്യമേ അല്ല. ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ റബ്ബ് എന്നെ ചോദ്യം ചെയ്യും, എനിക്കുത്തരമുണ്ടാവുകയില്ല എന്ന് ഭയന്ന് നിസ്കരിക്കുമ്പോൾ അത് റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്, റബ്ബിൻ്റെ സവാബിനെ കൊതിച്ചുകൊണ്ടാണ്. അവിടെയാണ് തഖ്വയുള്ളത്. ആരാണ് മുത്തഖീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന ആയത്തിൽ മുത്തഖീങ്ങളുടെ ചില അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് മുത്തഖീങ്ങൾ? സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടി വരുവീൻ, ധൃതിയിൽ പോകുവീൻ. എങ്ങനെയുള്ള ജന്നത്താണ്? അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികൾ കണക്കെ വിശാലതയുള്ള സ്വർഗം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതായ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ എത്രമാത്രം സ്പീഡിൽ, വേഗതയിൽ പോകാൻ കഴിയുമോ അത്രയും സ്പീഡിൽ നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് മുത്തഖീങ്ങൾ? മുത്തഖീങ്ങളുടെ വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, മുത്തഖീങ്ങൾ അല്ലദീന യുൻഫിഖൂന, അവർ ചെലവഴിക്കും, ഫിസ്സറാഇ വല്ലറാ, അവരുടെ സമൃദ്ധിയുടെ കാലഘട്ടത്തിലും അവരുടെ വിഷമ കാലഘട്ടത്തിലും അവർ സ്വതക്കകൾ ചെയ്യും. ആവശ്യക്കാർക്ക്, വിഷമനുഭവിക്കുന്നവർക്ക്, സ്വതക്ക ആവശ്യമായ ആളുകൾക്ക്, വിധവകൾക്ക്, യത്തീമുകൾക്ക്, ദീനി സംരംഭങ്ങൾക്ക് സ്വതക്കകൾ ചെയ്തുകൊണ്ടേയിരിക്കും.
അവരുടെ വിഷമം, അവരുടെ നഷ്ടം, അവരെ കച്ചവടത്തിലേതായ ഡൾനെസ്, ഇതൊന്നും അവർക്ക് സ്വതക്കയിൽ നിന്ന് മാറാനുള്ള ഒരു ഒഴുകഴിവായി അവർ കാണുകയേയില്ല. കച്ചവടം വളരെ മോശമാണ്, പ്രാവശ്യം വളരെ ഡള്ളാണ്, അതുകൊണ്ട് അടുത്ത മാസമാക്കാം എന്ന് ഉദ്ർ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ആളുകളായിരിക്കില്ല മുത്തഖീങ്ങൾ. ആവശ്യക്കാരെ കണ്ടാൽ അവൻ്റെ കഴിവിനനുസരിച്ച് ചിലവഴിച്ചു കൊണ്ടേയിരിക്കും. ഇൻഫാക്ക് അള്ളാഹുവാണ് എനിക്ക് നൽകിയത് എന്ന ബോധം ഒരു മുഅ്മിനെ, ഒരു മുത്തഖിയെ സംബന്ധിച്ച് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹു നൽകിയത് ചിലവഴിക്കാനാണ്. അത് എൻ്റെ കുടുംബത്തിന് ചിലവഴിക്കണം, എൻ്റെ ചുറ്റുവട്ടമുള്ള ആളുകൾക്ക് ചിലവഴിക്കണം, എന്നെ അന്വേഷിച്ചു വരുന്ന പാവങ്ങളായ ആളുകൾക്ക്, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചിലവഴിക്കണം. അത് എൻ്റെ സാമ്പത്തികാവസ്ഥ, അതിൻ്റെ മികവും അതിൻ്റെ താഴ്ചയും ഞാൻ കാര്യമാക്കേണ്ടതില്ല. യുൻഫിഖൂന ഫിസ്സറായി വല്ലറ, സറായിൽ മാത്രമല്ല സറായിലും ലറായിലും ചിലവഴിച്ചു കൊണ്ടേയിരിക്കും. മുത്തഖിയുടെ വിശേഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സാമ്പത്തികമായി കുറച്ച് മികവുണ്ടാകുമ്പോൾ, ലാഭമുണ്ടാകുമ്പോൾ മാത്രം നമ്മൾ സ്വതക്ക ചെയ്യും, അല്ലാത്ത സമയത്ത് മുറുകെ പിടിച്ചിരിക്കും എന്ന വിശേഷണം ഒരിക്കലും മുത്തഖിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല. ഞാൻ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ അത് എനിക്ക് എൻ്റെ ബിസിനസ് നഷ്ടത്തിലാകുമ്പോൾ എനിക്ക് ചെലവഴിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇപ്പോൾ പള്ളിക്ക് സ്വതക്ക കൊടുക്കേണ്ടതില്ല, മദ്രസക്ക് സ്വതക്ക നൽകേണ്ടതില്ല, അല്ലെങ്കിൽ ചാരിറ്റി സംരംഭങ്ങളുമായി പ്രവർത്തകർ വരുമ്പോൾ അവർക്ക് സ്വതക്ക നൽകേണ്ടതില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മാറ്റിവെക്കുന്നത് ഒരിക്കലും മുത്തഖിയുടെ വിശേഷണം അല്ല. അവൻ്റെ സാമ്പത്തികത്തിനനുസരിച്ച് ചെറുതാകട്ടെ വലുതാകട്ടെ ചിലവഴിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് തഖ്വയുടെ അടയാളം. നമുക്കറിയാമല്ലോ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വതക്ക ചെയ്യാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം സ്വതക്ക ചെയ്യുക എന്നതല്ല. ആവശ്യങ്ങൾ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സമയത്തെല്ലാം സ്വതക്ക ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി, ഇസ്ലാമിൻ്റെ ശൈലിയും. അതെന്താണ്? നമ്മുടെ നഫ്സിന്, നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരനാണ് സമ്പത്ത്. സമ്പത്തിനോടുള്ള മോഹം അത് എന്ന് നമ്മിൽ നിന്ന് അകലുന്നുവോ വേർപ്പെടുന്നുവോ അന്നാണ് നമുക്ക് യഥാർത്ഥ ഈമാനിൻ്റെ മധുരം നുകരാൻ കഴിയുക. സമ്പത്ത് കുറയുന്നതിനനുസരിച്ച്, സമ്പത്തിന് നഷ്ടം വരുന്നതിനനുസരിച്ച് നമുക്ക് ബേജാറും വിഷമവും ഉണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന് മധുരമില്ല എന്നർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഫാക്ക് ചെയ്യാൻ, ചെലവഴിക്കാൻ പറഞ്ഞതിൻ്റെ ഒരു ഹിക്മത്ത്, നഫ്സ് അള്ളിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം, നമ്മുടെ മോഹം, നമ്മുടെ ഹവൻ നഫ്സ് അള്ളിപ്പിടിച്ചിരിക്കുന്ന, ഒരിക്കൽ പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഈ ധനം, ഈ ദുന്യാവ്, ഈ സമ്പത്ത്, അത് മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഇൻഫാക്കിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല ഇടങ്ങളിലായി നമ്മോട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെ പോലെയല്ല. നിസ്കരിക്കാൻ ആരോഗ്യമുണ്ടായാൽ നമുക്ക് നിസ്കരിക്കാൻ പ്രയാസമില്ല, നിസ്കരിക്കാൻ കഴിയും.
നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും നമുക്ക് കഴിയും, അതിനും പ്രയാസപ്പെടേണ്ടതായ ആവശ്യമില്ല. എന്നാൽ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, നമ്മുടേതല്ലാത്ത ആവശ്യങ്ങൾക്ക്, നമുക്ക് ഗുണമില്ലാത്ത ആവശ്യങ്ങൾക്ക് അഥവാ മറ്റുള്ളവരുടെ ഗുണത്തിനുള്ള ആവശ്യങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടാകും. ചില ആളുകൾക്ക് പരസ്യമായി സ്വതക്ക നൽകാനായിരിക്കും ആഗ്രഹം. എന്താണത്? എല്ലാവർക്കുമല്ല, ചില ആളുകൾക്ക് അത് ഹവൻ നഫ്സിനെ പ്രാധാന്യം നൽകുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടാകുന്നത്. രഹസ്യമായ സ്വതക്ക അവർ ഇഷ്ടപ്പെടുകയില്ല. പരസ്യമായി അവർ സ്വതക്ക ചെയ്യും. അവർ ലക്ഷങ്ങൾ വേണമെങ്കിൽ സ്വതക്ക ചെയ്യും. വലിയ വലിയ സംരംഭങ്ങൾ ഏറ്റെടുക്കും. രഹസ്യമായി അയാളുടെ അടുത്തേക്ക് ചെന്ന് ഈ വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ സ്വതക്ക ചെയ്തേക്കും. പരസ്യമായി സ്വതക്ക ചെയ്യുന്നതിൻ്റെ 100% പോലും ചിലപ്പോൾ അയാൾ സ്വതക്ക ചെയ്തെന്നു വരില്ല. കാരണം പരസ്യമായി സ്വതക്ക ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നു, കേൾക്കുന്നു, അയാളെക്കുറിച്ച് അറിയുന്നു, അയാളെക്കുറിച്ച് വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. ഇതെല്ലാം അയാൾ ഇഷ്ടപ്പെടുന്നു. അയാളുടെ നഫ്സ്, അയാളുടെ ഹവൻ നഫ്സാണ്. നഫ്സ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്വതക്കയുടെ അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം നടക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വതക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാവങ്ങളെ സഹായിക്കുക എന്നു മാത്രമല്ല. പാവങ്ങൾക്കുള്ള സഹായം അതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അവർക്കുള്ള സഹായമുണ്ടാകും, ദീനി സംരംഭങ്ങൾ നടക്കും, പല കാര്യങ്ങൾ നടന്നു പോകുന്നുള്ള സ്വതക്കയുടെ ഒരു നേട്ടമാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാന നേട്ടം അവൻ്റെ ഹവൻ നഫ്സിന് കത്തിവെക്കുക എന്നുള്ളതാണ്. അവനുണ്ടാവുന്ന ആ ഹവ, മൈലാൻ, സമ്പത്തിനോടുള്ളതായ ആ അമിതമായ ആഗ്രഹം, അതിനെ കത്തിവെച്ചുകൊണ്ട് ഹവൻ നഫ്സിനെ എത്രത്തോളം മുറിച്ചു കൊണ്ടുവരാൻ കഴിയുമോ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. എന്നാൽ ആളുകളുടെ പ്രശംസയും പുകഴ്ത്തലും വാഴ്ത്തലും കിട്ടാൻ വേണ്ടി സ്വതക്ക ചെയ്താൽ അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം നടപ്പാവുകയില്ല. അള്ളാഹു അത് സ്വീകരിക്കുകയുമില്ല. അവൻ നഫ്സിന് മുൻതൂക്കം നൽകിക്കൊണ്ട് സ്വതക്ക ചെയ്താൽ അവൻ മുത്തഖിയല്ല. അതുകൊണ്ട് അള്ളാഹുവിന് ആ സ്വതക്ക വേണ്ട. അതുകൊണ്ടാണ് പലപ്പോഴും സിറായ സ്വതക്കയെ, രഹസ്യമായി ചെയ്യുന്ന ആരോരും കാണാത്ത സ്വതക്കയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാൻ കാരണം. സിറായി സ്വതക്ക ചെയ്യാൻ ഹവൻ നഫ്സ്, നമ്മുടെ നഫ്സ് സമ്മതിക്കില്ല. കാരണം ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, ആരും പുകഴ്ത്തുന്നില്ല, വാഴ്ത്തുന്നില്ല. തൻ്റെ മറുകൈ അറിയാതെ സ്വതക്ക ചെയ്യുക, ആരും അറിയാതെ സ്വതക്ക ചെയ്യുക, ആ സ്വതക്കയാണ് നമ്മുടെ ഈമാനിന് മധുരം നൽകുന്നത്, നമ്മുടെ ഈമാനിന് ശക്തി പകരുന്നത്, നമ്മുടെ തഖ്വക്ക് ശക്തി പകരുന്നത്. സ്വതക്ക ചെയ്യാൻ അവർ മുന്നോട്ട് വരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവർ വളരെ ഉത്സാഹത്തോടുകൂടെ മുന്നോട്ട് വരികയാണ്. എന്താണോ കയ്യിലുള്ളത് അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യമില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിരിക്കും മുൻപന്തിയിൽ എല്ലാ വിഷയത്തിലും, സ്വതക്കയുടെ വിഷയത്തിലും. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഇത്തവണ ഞാൻ ഓവർടേക്ക് ചെയ്യും എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സാൽ കൊതിക്കാൻ കാരണം. എന്തുണ്ടായി? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ എന്തുണ്ടോ അതെല്ലാം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ചിലപ്പോൾ കൊണ്ടുവന്നത് വളരെ ചുരുക്കമായിരിക്കാം, പക്ഷേ തൻ്റെ കൈവശമുള്ളതെല്ലാം കൊണ്ടുവന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്
പകുതിയാണ്, കൈവശമുള്ളതിൻ്റെ പകുതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചിലപ്പോൾ കൊണ്ടുവന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതിനേക്കാളും കൂടുതലുണ്ടായിരിക്കാം അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ. പക്ഷേ ഈ തൻ്റെ സമ്പത്ത് മുഴുവനായും ദീനിന് സമർപ്പിക്കുക, എൻ്റെ കൈവശം എന്തുണ്ടോ അതെല്ലാം സമർപ്പിക്കുക, അവൻ നഫ്സിനെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിലൂടെ നമുക്ക് നൽകുന്നതായ പാഠം. അപ്പോൾ മുത്തഖീങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവർക്ക് വിശേഷണം വിശാലമായ ആകാശഭൂമി കണക്കെ വിശാലമായി കിടക്കുന്ന സ്വർഗത്തിൻ്റെ അവകാശികൾ അവർ മുത്തഖീങ്ങളാണെന്ന് പറഞ്ഞ് അവർക്ക് അല്ലാഹു ആദ്യമായി കൊടുക്കുന്ന വിശേഷണം അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ എന്ന. മറ്റു കർമ്മങ്ങൾ, ധാരാളം കർമ്മങ്ങളുണ്ട്, ആരാധനകളുണ്ട്. എന്നിട്ടും ഈ കാര്യം കൊടുക്കാൻ കാരണമെന്താണ്? ഇംഫാക്കിലൂടെ താൻ നേടിയെടുത്ത, അധ്വാനിച്ചെടുത്ത, തൻ്റെ ഹിക്മത്തുകളും തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്ത ഈ ധനം, സമ്പാദ്യം, അത് തൻ്റെ ആവശ്യത്തിന്, തൻ്റെ മക്കളുടെ ആവശ്യത്തിന് അല്ലാതെ പുറമേ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഇൻഫാക്ക് ചെയ്യുക, ചെലവഴിക്കുക, കൊടുക്കുക എന്ന് പറയുമ്പോൾ മനസ്സ് പിറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അവിടെ മനസ്സിന് നമ്മൾ റിയാള കൊടുക്കണം, മനസ്സിന് നല്ല അധ്യാപനം നൽകണം. ഇതെല്ലാം മാഞ്ഞു പോകുന്നതാണ്, ഇല്ലാതായി പോകുന്നതാണ്, ഇതിൻ്റെ പിന്നാലെ നാം നടക്കാൻ പാടില്ല എന്ന് മനസ്സിന് പാഠം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. അതിലൂടെ തഖ്വ കൈവരിക്കും. അതിലൂടെ നാം തഖ്വയുടെ ഉന്നത ശ്രേണിയിലെത്തും. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, വിഷമഘട്ടങ്ങളിലും അതുപോലെ സമൃദ്ധിയുടെ കാലഘട്ടങ്ങളിലും. ഒരു കാലഘട്ടത്തിൽ മാത്രം എന്തെങ്കിലും വിഷമം വരുമ്പോൾ മാത്രം നേർച്ചയാക്കുക. നല്ല സമയങ്ങളിൽ വിഷമങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളില്ല, ആ സമയത്ത് നേർച്ചയെക്കുറിച്ച് ഓർമ്മയില്ല, സ്വതക്കയെക്കുറിച്ച് ഓർമ്മയില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നല്ലപോലെ സ്വതക്ക ചെയ്യുക. വിഷമ സാഹചര്യങ്ങളിൽ ഇപ്പോൾ കാശൊന്നുമില്ല, നമുക്ക് അടുത്ത മാസമാക്കാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കുക. ഇത് രണ്ടും മുഅ്മിനിൻ്റെ, മുത്തഖിയുടെ സ്വഭാവം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സ്വദഖത്തു സിർരി തുത്ഫി ഗളബർ റബ്ബി. സിറായ സ്വതക്ക അത് റബ്ബിൻ്റെ ഗളബിനെ കെടുത്തിക്കളയും. റബ്ബിൻ്റെ പ്രീതിയാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഏതൊരു മുഅ്മിനിൻ്റെയും ലക്ഷ്യം എന്താണ്? റബ്ബിൻ്റെ പ്രീതിയാണ്, റബ്ബിൻ്റെ ഇഷ്ടം. റബ്ബിനെ ഇഷ്ടപ്പെടണം, റബ്ബിൻ്റെ കോപം എനിക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ എല്ലാ ദിവസവും ഹദ്ദാദ് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന, നിന്റെ റിള ഞാൻ ചോദിക്കുന്നു, നിന്റെ തൃപ്തി, നിന്റെ പ്രീതി ഞാൻ ചോദിക്കുന്നു, ആവശ്യപ്പെടുന്നു. വൽ ജന്ന, ആദ്യമായി ചോദിക്കുക അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് വേണ്ടത്, പിന്നീടാണ് സ്വർഗം ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ, അള്ളാഹുവിൻ്റെ ഗളബ് ഇല്ലാതിരിക്കാൻ നമ്മൾ ദുന്യവിയായ കാര്യങ്ങളിൽ കെട്ടിമറയുകയാണെങ്കിൽ, ദുന്യാവ് മാത്രം ദുന്യാവിൽ മാത്രം ചിന്ത കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഗളബാണ് ഉണ്ടാവുക. നമുക്കറിയാം, നമ്മുടെ നിസ്കാരങ്ങൾ പോലും ദുന്യവിയായ ചിന്തകളിലാണ് ഉള്ളത്. അള്ളാഹുവിൻ്റെ ചിന്തകളിൽ, ആഖിറത്തിൻ്റെ ചിന്തകളിലായിട്ടല്ല നമ്മുടെ ഇബാദത്തുകൾ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചാൽ അറിയാൻ പറ്റും. അള്ളാഹുവിൻ്റെ ഗളബിന് പാത്രമാകുന്ന കാര്യമാണല്ലോ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗളബില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കാൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചു തരുന്ന ഒരു കാര്യമാണ് സ്വദഖത്തു സിരി തുത്ഫി ഗളബർ റബ്ബ്. റബ്ബിൻ്റെ ഗളബിനെ അത് കെടുത്തിക്കളയുന്ന കാര്യമാണ്. നമുക്കറിയാം, മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വലിയ ആബിദായിരുന്നു, വലിയ ആലിമായിരുന്നു. മഹാനവറുകളുടെ പ്രത്യേകത പറയുന്നത് രഹസ്യമായി ധാരാളം, ആരുമറിയാതെ ധാരാളം സ്വതക്ക ചെയ്യുന്ന ആളായിരുന്നു. സ്വതക്ക ലഭിക്കുന്നവർക്കറിയില്ല ആരാണ് നമുക്ക് ഈ സ്വതക്ക നൽകിയത്, ആരാണ് ഈ സഹായം നമുക്ക് നൽകിയെന്ന് അറിയില്ല. അങ്ങനെ സ്വതക്ക ചെയ്യുന്ന റബ്ബ് മാത്രം അറിയും, അദ്ദേഹം അറിയും. അങ്ങനെ സ്വതക്ക ചെയ്യുന്ന വ്യക്തിയായിരുന്നു മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വഫാത്തായപ്പോൾ ജനാസ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി തൻ്റെ മുതുകിൽ ചില അടയാളങ്ങൾ കാണുന്നു. എങ്ങനെയാണ് മഹാനവറുകളുടെ മുതുകിൽ ഈ അടയാളങ്ങൾ, ഈ തയമ്പുകൾ വന്നിട്ടുള്ളത്? മഹാനവറുകൾ ഇത്തരം ജോലികളൊന്നും ചെയ്യുന്നതായിട്ട് നാം ആരും കണ്ടിട്ടില്ലല്ലോ. എന്താണ് ഈ അടയാളം? ജനാസ സംസ്കരണത്തിന് ശേഷം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത്, പാതിരാ സമയങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ ചുമന്നുകൊണ്ട്, ധാന്യങ്ങളുടെ ചാക്കുകൾ ചുമന്നുകൊണ്ട് അദ്ദേഹം പാവങ്ങളുടെ വീടുകളിലേക്ക് നടക്കുകയാണ്. ആരുമറിയാതെ ആവശ്യക്കാരെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ എത്തുന്നു. അവർക്ക് വേണ്ടതായ ധാന്യങ്ങൾ, ഭക്ഷ്യ വസ്തുക്കൾ വീടുകളിൽ വെച്ച് അദ്ദേഹം മടങ്ങുന്നു. മദീനക്കാരായിട്ടുള്ള ഫുഖറാക്കൾക്ക്, മിസ്കീന്മാർക്ക് അറിയില്ല തങ്ങളുടെ വീടുകളിൽ ഭക്ഷണം കൊണ്ടുവെക്കുന്ന, ഭക്ഷ്യധാന്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, അവശ്യവസ്തുക്കൾ കൊണ്ടുവെക്കുന്നതായ ഈ വ്യക്തി ആരാണെന്ന് അവർക്കറിയില്ലായിരുന്നു. അവരാവശ്യങ്ങളൊക്കെ നിറവേറുന്നുണ്ട്. മഹാനവറുകൾ വഫാത്തായി ഈ അടയാളങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത് മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ നീക്കിത്തന്നിട്ടുള്ളത്, നമുക്ക് പലപ്പോഴും സഹായത്തിനെത്തിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഈ വിശേഷണം, ഒരുപാട് വിശേഷണങ്ങൾ മുത്തഖിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത്തരം ഒരു വിശേഷണം അഥവാ ദീനിനെ സഹായിക്കാൻ വേണ്ടി അല്ലാഹുവും റസൂലും നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ ഓരോ സമയവും പാകപ്പെടുത്തി നിൽക്കുക. എപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആവശ്യങ്ങൾ വരുന്നുണ്ടോ അപ്പോഴെല്ലാം മനസ്സിന് വിഷമമില്ലാതെ നാം സ്വതക്ക ചെയ്യാൻ വേണ്ടി, ചെലവഴിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. നമ്മുടെ തഖ്വ ശക്തി പ്രാപിച്ചു വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മുത്തഖീങ്ങളിൽ പെട്ടവരാണ് എന്നും മുത്തഖീങ്ങളുടെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ടൊരു അടയാളം നമുക്കുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറായി, മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞു. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറായി വൽ കാളിമീനൽ ഗൈള്, ദേഷ്യത്തെ, കോപത്തെ അടക്കിപ്പിടിക്കുന്നവർ. മുത്തഖീങ്ങളെക്കുറിച്ച്, മുത്തഖീങ്ങളുടെ വിശേഷണങ്ങൾ അല്ലാഹു പറയുന്നു. നമുക്കുണ്ടാവുന്നതായ ദേഷ്യം, ആ ദേഷ്യത്തെ അടക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും മുത്തഖി. പല രീതിയിലും നമുക്ക് ദേഷ്യം വരും, പല ഘട്ടങ്ങളിലും നമുക്ക് കോപം വരും. ഈ കോപങ്ങളെല്ലാം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടോ? നിയന്ത്രണം വിട്ടുപോകുന്നുണ്ടോ? അഥവാ നമ്മുടെ നഫ്സിന് കടിഞ്ഞാണിടാൻ കഴിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ,
ഹവൻ നഫ്സിനെ എത്രത്തോളം നമ്മിൽ നിന്ന് വെട്ടിമാറ്റുന്നുണ്ടോ, എടുത്തു കളയുന്നുണ്ടോ, അവിടെയാണല്ലോ തഖ്വ വന്ന് നിറയുന്നത്. ഗളബ്, ദേഷ്യം. ഈ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ നഫ്സിൻ്റെ വലിയൊരു വീക്ക്നെസ്സാണ് ഗളബ് എന്നുള്ളത്. ഗളബ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വികൃതി കാണിക്കുമ്പോൾ നമ്മൾ ചൂടാവുന്നതിന് മാത്രമല്ല ഗളബ് എന്ന് പറയുന്നത്. ഗളബ് പല രീതിയിൽ നമുക്കുണ്ടാകാം. ക്ഷമയില്ലാത്തൊരു അവസ്ഥ തന്നെ ഗളബാണ്. അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സമയം നഷ്ടമായി എന്ന് വരുമ്പോൾ, നമ്മുടെ സമ്പത്തിന് എന്തെങ്കിലും കുറവ് വന്നു എന്ന് കാണുമ്പോൾ, നമ്മെ ആരെങ്കിലും അവഹേളിക്കുക, ചീത്ത പറയുക എന്ന അവസ്ഥ വരുമ്പോൾ, ഇങ്ങനെയൊക്കെ ഗളബ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ടെമ്പർ തെറ്റും. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അതിനോട് പ്രതികരിക്കണം എന്ന് നഫ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മുടെ ശരീരം പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും അതിനൊരു മറുപടി പറയണം, എന്തെങ്കിലും ഒന്ന് പറയണം. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകുന്നതായ ഒരു വികാരമാണ്. അതിനെ പറയാതെ അവിടെ പിടിച്ചു നിർത്തുക. നീ സ്വബൂറാക്, നീ സ്വബർ പാലിക്ക് എന്ന് പറഞ്ഞ് നഫ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് മുത്തഖീക്കേ കഴിയുള്ളൂ, തഖ്വയുള്ളവനെ കഴിയുകയുള്ളൂ. അല്ലാത്തവർ പ്രതികരിക്കും. തൻ്റെ മനസ്സിന് തൃപ്തിയാവുന്നോളം, എത്ര കതിറാണ്, എത്ര അളവാണ് തൃപ്തിയാവാൻ വേണ്ടി പ്രതികരിക്കേണ്ട അത്രത്തോളം അവൻ പ്രതികരിക്കും. ഏത് രീതിയിലെല്ലാം തൃപ്തിയാവുന്നു ആ രീതിയിലൊക്കെ അവൻ പ്രതികരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മുത്തഖിയായ മനുഷ്യൻ അവൻ അള്ളാഹുവിനെ മാത്രം നോക്കിക്കാണുന്നു. ഞാനിവിടെ എൻ്റെ നഫ്സിന് കടിഞ്ഞാണിടണം. കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ഞാൻ തഖ്വയിൽ നിന്ന് തെന്നിപ്പോകും. തഖ്വയുടെ ലൈൻ, ഞാൻ സമ്പാദിച്ചെടുത്ത ലൈൻ, ഒരുപാട് സമയം കൊണ്ട്, ഒരുപാട് അധ്വാനം കൊണ്ട് ഞാൻ സമ്പാദിച്ചെടുത്ത ഈ തഖ്വ, അത് ചിലപ്പോൾ ഒരു സമയത്തെ കോപം കൊണ്ട് നഷ്ടമായേക്കാം. അതുകൊണ്ട് ഞാൻ കോപത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി പിടിച്ചു നിർത്തിയിരിക്കുന്നു. അവന് മനസ്സിനോട് പറഞ്ഞ് മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ നോക്കും. ഈ ട്രെയിനിങ് ആണ്, മനസ്സിനെ ട്രെയിൻ ചെയ്ത് അടക്കി ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് തഖ്വ. ഹവൻ നഫ്സിനെ ഒതുക്കുക, അവൻ നഫ്സിന് ട്രെയിനിങ് കൊടുക്കുക, അവൻ നഫ്സിനെ അവൻ്റെ ചൊൽപ്പടിക്ക്, അവൻ്റെ ഇംഗിതത്തിന് വിധേയമായിട്ട് നടപ്പിലാക്കുക എന്നതാണ് തഖ്വ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കലമ ഗൈലൻ, ആരെങ്കിലും അവൻ്റെ ഗൈലിനെ, അവന് വരുന്നതായിട്ടുള്ള കോപത്തെ തടഞ്ഞു നിർത്തിയാൽ, അടക്കി നിർത്തിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ജനസഹസ്രങ്ങളുടെ ഇടയിൽ വെച്ച് അവനെ വിളിക്കും. സ്വർഗത്തിൽ വെച്ച് അവനെ വിളിക്കും. ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ വെച്ച് അവനെ വിളിക്കും. എന്താ അവൻ്റെ പ്രത്യേകത? ദേഷ്യം വരുന്ന സമയത്ത്, കോപം വരുന്ന സമയത്ത് അവൻ്റെ കോപത്തെ അവന് തടഞ്ഞു നിർത്തുന്നുണ്ട്, അവന് പിടിച്ചു നിർത്തുന്നുണ്ട്. അതിന് പിടിച്ചു നിർത്താനുള്ളതായ ട്രെയിനിങ് അവൻ്റെ നഫ്സിന്, അവൻ്റെ ശരീരത്തിന് അവന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ വിളിക്കും. വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സെലക്ഷനുള്ള അധികാരം നൽകും. എന്ത് സെലക്ട് ചെയ്യാൻ? ഹൂറിങ്ങളിൽ നിന്ന്, സ്വർഗീയ ഹൂറികളിൽ നിന്ന് അവന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള അധികാരം അവൻ്റെ കോപം അടക്കി നിർത്തുന്നതായ മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു സമയം അല്ല, അതൊരു വിശേഷണമായി കൊണ്ട് നടക്കണം. ഏതെങ്കിലും ഒരു സമയം ചിലപ്പോൾ സാന്ദർഭികമായിട്ട് എന്തെങ്കിലും സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ദേഷ്യം നമ്മൾ പിടിച്ചു നിർത്തിയെന്ന് വരും.
അപ്പോൾ നമ്മുടെ വീട്ടിൽ വല്ല അതിഥികളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അവർ കേൾക്കുമല്ലോ നമ്മൾ അവിടെ ദേഷ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിക്കുമല്ലോ എന്ന് കരുതി നമ്മൾ ദേഷ്യത്തെ അടക്കി നിർത്തും. എന്നാൽ നമുക്ക് പറയാൻ പറ്റിയ ആളുകളാണെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ദേഷ്യപ്പെടുകയും ചെയ്യും. കുറച്ചൊന്ന് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന് സമയം ഇഖാമത്ത് കൊടുക്കാൻ കുറച്ചൊന്ന് ലേറ്റായാൽ ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയും. എന്നാൽ പറയാൻ പറ്റാത്തവരായ ആളുകളാണെങ്കിൽ നമ്മൾ അവിടെ പിടിച്ചു നിർത്തും. അതെന്താ പിടിച്ചു നിർത്താൻ കാരണം? അവിടെ പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ വഷളാകും, അല്ലെങ്കിൽ നമ്മൾ മോശമാകും എന്ന് കരുതി സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പിടിച്ചു നിർത്തിയാൽ അത് ദേഷ്യം അടക്കി നിർത്തുക, പിടിച്ചു നിർത്തുക എന്ന് പറയാൻ പറ്റില്ല. അവിടെയും ഹവൻ നഫ്സിനാണ് നമ്മൾ മുൻതൂക്കം നൽകുന്നത്. അഥവാ അവിടെ പറഞ്ഞാൽ ഞാൻ തോൽക്കും എന്ന് കരുതിയത് കൊണ്ടാണ് നിർത്തുന്നത്. അള്ളാഹുവിന് വേണ്ടി ദേഷ്യം പിടിച്ചു നിർത്തുന്ന ആളുകൾ, അടക്കി നിർത്തുന്ന ആളുകൾ, വൽ കാളിമീനൽ ഗൈള്, അല്ലാതെ ചില സാഹചര്യങ്ങളിൽ പിടിച്ചു നിർത്തും, ചില സാഹചര്യങ്ങൾ പിടിച്ചു നിർത്തുകയില്ല എന്നുള്ള ഒരു വിശേഷണമല്ല, വിശേഷണമായി മാറണം. അഥവാ ഏത് സാഹചര്യം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫിസറായി വല്ലറായി എന്ന് പറഞ്ഞതുപോലെ, ഏത് സാഹചര്യത്തിലും കൊടുക്കാനുള്ള മനസ്സ്, ഏത് സാഹചര്യത്തിലും പിടിച്ചു നിർത്താനുള്ള മനസ്സ്, അവരാണ് തഖ്വയുള്ളവർ, മുത്തഖീങ്ങൾ. വൽ കാളിമീനൽ ഗൈൾ വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് അഫു ചെയ്യുന്ന ആളുകൾ. ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ നഫ്സിന് നിരക്കാത്തതായ കാര്യങ്ങൾ കണ്ടാൽ, ഒന്നുകിൽ നമ്മെ അവഹേളിക്കുന്നതായ കാര്യം, നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്നതായ കാര്യം, അത് കണ്ടു കഴിഞ്ഞാൽ അതിന് അഫു ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കണ്ടതായ കാര്യമാണ് അഫു. പല രീതിയിൽ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊന്നും അവരോട് പ്രതികാര ബുദ്ധിയെ സമീപിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല. വിവരമില്ലാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടു കൂടെയാണ് പെരുമാറിയിട്ടുള്ളത്. നമുക്കറിയാം, അയറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന പുതപ്പ് വലിച്ചതും അവർക്ക് മാപ്പ് കൊടുത്ത സംഭവം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വന്ന വാള് ഊരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരുണ്ട് രക്ഷിക്കാൻ എന്ന് ചോദിച്ച വ്യക്തിയുടെയും അനുഭവം നമുക്കറിയാം, ഒരുപാട് നാം കേട്ടിട്ടുണ്ട്. എല്ലാം അവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തിരിക്കുകയാണ്. എപ്പോഴാണ് മാപ്പ് കൊടുക്കുക? പ്രതികരിക്കാൻ അധികാരമുണ്ടായിട്ടും തന്നോട് തെറ്റ് ചെയ്ത, അല്ലെങ്കിൽ തന്നെ അവഹേളിച്ച, അല്ലെങ്കിൽ തന്നെ അതിക്രമിച്ച, തന്നെ അപഹരിച്ച വ്യക്തി തൻ്റെ മുന്നിലെത്തിപ്പെടുകയും അവനോട് പ്രതികാരം ചെയ്യാനുള്ള എല്ലാ കഴിവുമുണ്ടായിട്ടും അധികാരമുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും അവനോട് പ്രതികാര ബുദ്ധിയെ ഒരു വാക്കുപോലും പറയാതെ അഫു ചെയ്തു കൊടുത്തുകൊണ്ട് വിടുക. അതാണ് മുത്തഖിയുടെ വിശേഷം. അഫു എന്ന് പറഞ്ഞാൽ പാടേ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, അതാണ് അഫു. അഫു ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലുണ്ടാവുകയില്ല, മാഞ്ഞുപോയി. അഫ എന്ന് പറഞ്ഞാൽ തന്നെ പാടേ മാഞ്ഞുപോയി എന്ന. മറ്റൊരു സാഹചര്യത്തിൽ അത് ഓർത്തുകൊണ്ട് അവനോട് മോശമായി പെരുമാറുന്ന വ്യക്തിയായിരിക്കില്ല തഖ്വയുള്ളവൻ. മനസ്സിൽ നിന്ന് പാടേ മാഞ്ഞവനായിരിക്കും. തന്നോട് അതിക്രമമായിട്ട്, അല്ലെങ്കിൽ താൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം
ചെയ്ത വ്യക്തിയെ അതെല്ലാം പുറത്തു കൊടുത്ത് അതെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞ് അവനോട് നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തി. അഫ് ചെയ്യും നമ്മൾ. എങ്ങനെ? നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ആളുകളോട്, ഒരു നിലക്കും പ്രതികരിക്കാൻ കഴിയാത്ത ആളുകളോട് അഫ് ചെയ്യാൻ അതിന് അഫ് എന്ന് പറയില്ല. അതേ സമയത്ത് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കാൻ കഴിയും എന്ന ആളുകൾ, നമുക്ക് കഴിയുന്ന ആളുകൾ, നമ്മുടെ അധികാരത്തിന് പരിധിയുള്ളതായ ആളുകൾ, അവരോട് അഫ് ചെയ്യുക. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹ് കഴിഞ്ഞു വന്നു. അവിടത്തോട് കാണിച്ചതായ എന്തൊക്കെ പോക്കിരിത്തരങ്ങളുണ്ടോ അതിനൊക്കെ മറുപടി പറയാൻ പറ്റുന്ന സമയമായിരുന്നു അത്. എല്ലാ നിലക്കും സുസജ്ജമായിട്ടുള്ള സന്നാഹങ്ങളോടുകൂടെയായിരുന്നു മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സമയത്തുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവർക്കും മാപ്പ് കൊടുത്തു, അഫു കൊടുത്തു. ഒന്നും മനസ്സിൽ വെക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫു കൊടുത്തു. അതാണ് അഫ്. അത് തഖ്വയുടെ വിശേഷണമാണ്, മുത്തഖിയുടെ വിശേഷണമാണ്. മുത്തഖിക്കേ അത് സാധിക്കുകയുള്ളൂ. വൽ ആഫീന അനിന്നാസ്, ഇങ്ങനെ ഉള്ള വേറെയും തഖ്വയുടെ വിശേഷണങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മൾ മുത്തഖീങ്ങളിൽ പെടുന്നുണ്ടോ ഇല്ലയോ ഒരു വിചിന്തനം ആവശ്യമല്ലേ? മുത്തഖിയായാലേ അള്ളാഹുവിനെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമുക്ക് തഖ്വ വേണം, നമ്മൾ മുത്തഖിയാകണം. അപ്പോൾ ആരാണ് മുത്തഖി? പല അടയാളങ്ങളിൽ നിന്ന് ചിലതു മാത്രമാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഹവൻ നഫ്സിനു പ്രാധാന്യം നൽകാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് പ്രാധാന്യം നൽകുന്നവരാണ് മുത്തഖി. എവിടെയൊക്കെ ഹവൻ നഫ്സിന് പ്രാധാന്യം നൽകുന്നുണ്ടോ അവിടെ തഖ്വ ഇല്ല. എവിടെയാണോ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മുൻതൂക്കം നൽകുന്നത്, പ്രാധാന്യം നൽകുന്നത്, അവിടെയാണ് തഖ്വയുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തഖ്വയുള്ളവരിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഇബാദത്തുകളും അമലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അതിനെല്ലാം അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകുമാറാകട്ടെ. എല്ലാ ശർറുകളും മുസീബത്തുകളും അപകടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരെയാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ അനുഭവിക്കുന്ന ഈ മഹാമാരി, ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ നാട്ടിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരെയാക്കി തരുമാറാകട്ടെ. മഹാന്മാരെ ഹക്ക് ജാവ് ബറക്കത്ത് കൊണ്ട് ദീനി ഖിദ്മകളിൽ പൂർണ്ണമായി ഇഖ്ലാസോടുകൂടെ തഖ്വയോടുകൂടെ ദീനി ഖിദ്മകൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും ഭാഗ്യ